ഹൈക്കോടതികൾക്ക് പുല്ല് വിലയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഹൈക്കോടതി ജഡ്ജിമാർക്ക് നിയമം അറിയില്ല എന്നുള്ള മട്ടിലാണ് സുപ്രീം കോടതി പലപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ളത്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഹൈക്കോടതിയുടെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒറിജിനലി എങ്ങനെയാണ്, നമ്മൾ ഹൈക്കോടതിയിൽ കേസ് തോറ്റു എന്ന് വെച്ചോ, സുപ്രീം കോടതിയിൽ പോകാനായിട്ട് ഹൈക്കോടതിയിൽ തന്നെ അപേക്ഷ കൊടുക്കും. ഹൈക്കോടതി അത് വിലയിരുത്തും. സുപ്രീം കോടതിയിൽ പോകാനും മാത്രം ഗൗരവം ഇയാളുടെ കേസിനുണ്ടോ, അങ്ങനെയാണെങ്കിൽ പെർമിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടത്. ഇതിന്റെ ബൈപ്പാസ് റൂട്ടാണ് SLP, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. വക്കീലാണ്, എനിക്ക് കോടതിയോട് ബഹുമാനമുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഹൈക്കോടതി ജഡ്ജിമാരെ നോക്കുകുത്തിയാക്കുന്ന ഏർപ്പാടാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് അവരുടെ അധികാരം പുറകിലൂടെ സുപ്രീം കോടതി വലിച്ചെടുക്കുന്ന ഏർപ്പാട്. സകല വേരിയബിൾ കേസും ഇപ്പൊ സുപ്രീം കോടതി പോയാൽ അവസാനിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? സീരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ വെച്ച് തീരണം. ഈവൻ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമിൽ വധശിക്ഷ വരെ ഹൈക്കോടതിയിൽ തീരുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം ആണല്ലോ നമ്മുടെ. ബ്രിട്ടീഷുകാരുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വധശിക്ഷയും കൊണ്ട് പ്രിവി കൗൺസിലിൽ പോകാൻ പറ്റില്ല. അതായത് ഹൈക്കോടതിയിൽ തീർന്നു. ഹൈക്കോടതി വിധിച്ചാൽ തീർന്നു. ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് എമിനന്റ് പേഴ്സണാലിറ്റീസ് അല്ലേ, അവർക്ക് നിയമം അറിയില്ലേ. ബട്ട് സുപ്രീം കോടതി ഇപ്പം പെരുമാറുന്നത് ഹൈക്കോടതിയുടെ ബോസ് എന്നുള്ള, ഓക്കെ, നിങ്ങൾക്ക് ഒരു അപ്പീൽ അധികാരമുണ്ട്, അല്ലാതെയുള്ള ബോസ് ഒന്നും അല്ല നിങ്ങൾ. ഹൈക്കോടതി ജഡ്ജസ് ആർ നോ ലെസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ദാൻ സുപ്രീം കോടതി ജഡ്ജസ്. ബട്ട് ദേ ഫീൽ ദാറ്റ് ദേ ആർ സംതിങ് സുപ്പീരിയർ, ദേ ആർ വൈസർ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പ്രൊസീജിയർ തെറ്റിച്ച് സുപ്രീം കോടതി കോളമാക്കി അവരുടെ തോന്നിയാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ പരാതി. ബാക്കി മെറിറ്റിലേക്ക് ഇപ്പം അവർ വരാനും പോകുന്നില്ല. നമുക്കും അത് പിന്നീട് ചർച്ച ചെയ്യാം.